നമ്മൾ വന്നിട്ടുള്ളത് AI-ൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് എങ്ങനെ പഠിക്കാം എന്നുള്ള സംഭവമാണ്. ഇതിൻ്റെ ഒരു പുതിയൊരു ആപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഇത് കോഴിക്കോട് ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണ് ഇതിൻ്റെ മീറ്റിംഗ് നടക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. ഇതിപ്പോൾ ആകെ ഈ മീറ്റിങ്ങിന് വന്നിട്ടുള്ളത് ഞാനും വേറെ 1-2 ആളുകൾ മാത്രമേ എത്തിയിട്ടുള്ളൂ. വന്നേക്ക് തന്നെ എനിക്ക് നല്ലൊരു വെള്ളം കിട്ടി. അടിപൊളി ജ്യൂസാണ്. കുക്കും AI ഇന്ത്യ എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇത് അയാൾ മറന്നിപ്പോൾ അവിടെ എല്ലാവരും വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. 15 ദിവസം കൊണ്ട് ഇതിൻ്റെ ക്ലാസ് പഠിക്കാം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. 15 ദിവസത്തിന് എമൗണ്ട് ഒരു ഏകദേശം 15,000 വരും എന്നൊക്കെയാണ് പറയുന്നത്. ഞാനിതിന് വന്നിട്ട് എനിക്കൊരു എൻട്രി സെമിനാറിനുള്ള ഒരു എനിക്കിങ്ങനെ അഭിലാഷ് ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടി. ആദ്യമായിട്ട് കിട്ടുകയാണ്. ഒരു മാല കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ നോട്ടൊന്നും എന്താ പാടറിയില്ല. എനിക്ക് 2-3 കമ്പനിക്കാരും കിട്ടിയിട്ടുണ്ട്. ഇവരൊക്കെ കാസർഗോഡേരാ. അപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഫോം ഉണ്ട്. മിക്സി ആർക്കിടെക്ട്സ് എന്നാണ് ഫേമിന്റെ പേര് വരുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഗൂഹോ എന്നുള്ളൊരു സോഫ്റ്റ്വെയർ ഒരു ആപ്ലിക്കേഷനാണ്, വെബ് ബേസ്ഡ് ആപ്ലിക്കേഷനാണ്. ഇത് കംപ്ലീറ്റ്ലി അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം നമ്മൾ AR നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പം അതിന് മുമ്പായിട്ട് ഈ ഗൂഹോ എന്നുള്ള ആപ്ലിക്കേഷന് ഏകദേശം ഒരു 5 to 6 years ആയിട്ട് മാർക്കറ്റിൽ ഉള്ളതാണ്. പക്ഷെ അതിന് മുമ്പായിട്ട് തന്നെ മാനിക്കോർ എന്ന കമ്പനി, ചിലർക്ക് അറിയാം, കുജിയര എന്നുള്ള കമ്പനിയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പാരന്റ് കമ്പനി വരുന്നത്. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ ഏകദേശം ഒരു 15-16 വർഷത്തോളമായിട്ട് മാർക്കറ്റിലുള്ള ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷെ ചൈനീസ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് അതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ട് എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കൂഹോ എന്നൊരു ആപ്ലിക്കേഷൻ ഇംഗ്ലീഷ് വേർഷനായിട്ട് ഈ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ ഇന്ത്യയിൽ ഈ ഒരു സൊല്യൂഷൻസ് വളരെ കുറവായിരുന്നു. അവർക്ക് ടെക്നിക്കലായിട്ടുള്ള സപ്പോർട്ട് കിട്ടുന്നില്ല, അതുപോലെ ഫീച്ചേഴ്സ് അവൈലബിലിറ്റി കിട്ടുന്നില്ല, അതുപോലെ സർവീസ് കിട്ടുന്നില്ല, അതേപോലെ തന്നെ അപ്ഡേഷൻസ് അറിയുന്നില്ല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറിയിട്ട് നോർമലി ഇതിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ഇന്റർനാഷണൽ ലെവൽ സോഫ്റ്റ്വെയർ ആണ് പർച്ചേസ് ചെയ്യാൻ പറ്റുക. നമ്മൾ കൊടുക്കുന്ന കമ്പനിയാണ് നിങ്ങൾ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ആണ് മെയിൻ ആയിട്ട് വരുന്നൊരു കാര്യം. കാരണം എല്ലാ വീക്കും ഇത് അപ്ഡേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ മന്ത്ലി അപ്ഡേറ്റ് ആവും. ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യൂ. അപ്പോൾ വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ആയിരിക്കും നിങ്ങൾ കംപ്ലീറ്റ്ലി അപ്ഡേറ്റ് ചെയ്യുക. ഇത് പാക്കേജിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ തരുന്നത് കംപ്ലീറ്റ്ലി കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ എന്നുള്ള സംഭവം ഒരു ഫാക്കൽറ്റി ലേണിംഗ് ഉള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ്ലി ഗൂഹോ ഇന്ത്യ എന്ന കമ്പനിയാണ് കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്യുന്നത്, ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ സോഫ്റ്റ്വെയർസ് കംപ്ലീറ്റ്ലി. അപ്പം ഇന്ത്യൻ ആക്റ്റീവ് സോഫ്റ്റ്വെയർ ആവുന്ന സമയത്താണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ സൊല്യൂഷൻസ് കംപ്ലീറ്റ്ലി ക്ലിയർ ആവുള്ളൂ. കാരണം ഇന്റർനാഷണൽ ലെവലിൽ നിങ്ങൾ വെബ്സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് സപ്പോർട്ടും കാര്യങ്ങളൊന്നും ആവശ്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇന്ത്യൻ സോഫ്റ്റ്വെയർസ് വരുന്ന സമയത്ത് ഈ പറഞ്ഞ ബഗോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇൻ കേസ് ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് നിങ്ങൾക്ക് മിസ്സായി കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കാരണം അതിന് ഇന്ത്യയിൽ തന്നെ നമുക്ക് ഈ ബാംഗ്ലൂരും അതേപോലെ തന്നെ കേരളത്തിൽ വയനാട് ഓഫീസിൽ തന്നെ അവിടെ നിങ്ങൾക്ക് എന്താക്കിയിട്ടുണ്ട് ഈ സോഫ്റ്റ്വെയർ നിങ്ങൾ ഓൾറെഡി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ രീതിയിലുള്ള എല്ലാ സൊല്യൂഷൻസും സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് കിട്ടും. പിന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ട്രെയിനിങ് ആണ്. ഇപ്പൊ ഇനീഷ്യൽ സ്റ്റേജിൽ ആർക്കിടെക്ട്സിനാണ് ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കിടെക്ട് ട്രെയിൻ ചെയ്യിപ്പിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്, ഓൺലൈൻ ആയിട്ടുണ്ട്, ഓഫ്ലൈൻ ആയിട്ടുണ്ട്. 15 days ആണ് ടൈം. ചില ആൾക്കാർക്ക് ടൈം, ചില സ്റ്റാഫിനൊക്കെ ഒരുപാട് ആൾക്കാർ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടി വരും. ചിലപ്പോൾ 15 to 20 days വരെ എടുക്കാൻ ചാൻസ് ഉണ്ട്. ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂറാണ് ട്രെയിനിങ് ഉണ്ടാവുക. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ ടൈം ഉണ്ട്. നിങ്ങൾക്ക് ഏത് 2 മണിക്കൂറും ചൂസ് ചെയ്യാം. വൺസ് ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് 15 days നിങ്ങൾ കീപ്പ് ചെയ്ത് പോകണം. ഇതിൽ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയറിംഗ് ട്രെയിനിങ് ഉണ്ടാവാം. ഇതിൽ നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാവും. അതിന്റെ പാക്കേജ് ഞാൻ പറഞ്ഞുതരാം. ലൈവ് ട്രെയിനിങ് ഓൺലൈൻ ആയിട്ട് ലൈവ് ട്രെയിനിങ് ആയിരിക്കും. നിങ്ങളെ കൊണ്ട് തന്നെ വരപ്പിക്കുകയാണ് ചെയ്യുക.
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫേം പാക്കേജ് പറഞ്ഞാൽ ആ പാക്കേജിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളെ പ്രൊജക്റ്റേക്ക് ഒരു 3000 സ്ക്വയർ ഫീറ്റ് എന്നുള്ളൊരു കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെയിൽസ് ടീമിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറഞ്ഞുതരും. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങളെ പ്രൊജക്റ്റിനായിരിക്കും ഇതിൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഈ പറഞ്ഞ 15 ദിവസം 2 മണിക്കൂർ ട്രെയിനിങ്ങിൽ 1 മണിക്കൂർ എന്താണ് സോഫ്റ്റ്വെയർ എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് തരും. അതേപോലെ തന്നെ നിങ്ങളെ കൊണ്ട് തന്നെ ആയിരിക്കും ഇതിന്റെ കംപ്ലീറ്റ്ലി ട്രെയിനിങ് ചെയ്യിപ്പിക്കുക, നിങ്ങളെ കൊണ്ട് വരപ്പിക്കുകയാണ് ചെയ്യുക. അപ്പൊ ഈ ഒരു 15 ഡേയ്സിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ അതിൽ എക്സ്പേർട്ട് ആവും. ഇത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേം പാക്കേജ് എടുക്കുന്ന ആൾക്കാർക്കും അതേപോലെ തന്നെ പ്രീമിയം പാക്കേജ് എടുക്കുന്ന ആൾക്കാർ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടാവും. ഒരു പുതിയൊരു സ്റ്റാഫ് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ട്രെയിനിങ് കമ്പനി തന്നെ കൊടുക്കും. അത് ലൈവ് ട്രെയിനിങ് അല്ല, റെക്കോർഡ് ക്ലാസ് കമ്പനി പ്രൊവൈഡ് ചെയ്യും. മന്ത്ലി പുതിയ അപ്ഡേഷൻസ് വരുന്ന സമയത്ത്, ഇപ്പോൾ പുതിയ എന്തെങ്കിലും ഫീച്ചേഴ്സ് വന്നു അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ വീഡിയോസ് അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ട്രെയിനിങ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്തത്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന എന്താണ് ഇന്ത്യൻ സോഫ്റ്റ്വെയർസ് എടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ്. അതാണ് ഈ 1 വർഷം മുമ്പ് വരെ ഈ ഒരു സൊല്യൂഷൻസ് ഇല്ലായിരുന്നു. കാരണം വെബ്സൈറ്റിൽ വരുന്ന സോഫ്റ്റ്വെയർ ഒരുപാട് ആൾക്കാർ പർച്ചേസ് ചെയ്യും, അത് പർച്ചേസ് ചെയ്തിട്ട് കുറെ ഫീച്ചേഴ്സ് കിട്ടൂല. അപ്പൊ പേയ്മെന്റ് അവർ അത്രയും മുടക്കി കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഫീച്ചേഴ്സ് കിട്ടാനുള്ള സമയത്ത് നമ്മൾ വിളിക്കും. അപ്പൊ ഈ ഒരു സംഭവം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് സോഫ്റ്റ്വെയർ, ഇന്ത്യൻ സോഫ്റ്റ്വെയർസും ഇന്റർനാഷണൽ സോഫ്റ്റ്വെയറും തമ്മിൽ വ്യത്യാസമാണ്. അപ്പം ഈ സോഫ്റ്റ്വെയർ തന്നെ നിങ്ങൾക്ക് വർക്കിംഗ് ഡ്രോയിങ്ങിന്റെ സിസ്റ്റത്തിൽ കിട്ടുന്നതിനെക്കാട്ടും പുതിയ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇതിൽ ഇൻബിൽഡ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അതിൽ എന്തെങ്കിലും ഫീച്ചേഴ്സിൽ വ്യത്യാസം വരികയാണെങ്കിൽ നിങ്ങൾ അറിയിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലി വേണമെങ്കിൽ കസ്റ്റമൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാനുള്ള സൊല്യൂഷൻസ് തരുന്നുണ്ട്. അപ്പം ഫസ്റ്റ് വരുന്ന പാക്കേജാണ് സ്റ്റാൻഡേർഡ് പാക്കേജ്. സ്റ്റാൻഡേർഡ് പാക്കേജ് ആണെങ്കിൽ 25,000 റുപ്പീസിന്റെ പാക്കേജ് ആണ്. അത് B2C പാക്കേജ് ആയിരിക്കും. അതിൽ വർക്കിംഗ് ഡ്രോയിങ്ങിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 25,000 ഡെയിലി 1 അവർ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. എന്താണ് സോഫ്റ്റ്വെയർ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരാൾ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പഠിച്ചെടുക്കാം. പക്ഷെ ട്രെയിനിങ് ഉണ്ടാവില്ല, സപ്പോർട്ട് കാര്യങ്ങൾ ഈ 1 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിന്റെ പുതിയ അപ്ഡേഷൻസ് വരുന്ന സമയത്ത് കമ്പനി അത് പ്രൊവൈഡ് ചെയ്ത് തരില്ല. അത് നോർമലി അറിയുന്ന ഒരാൾക്ക് ചെയ്യുന്ന ഒരു പാക്കേജ് ആണ് സ്റ്റാൻഡേർഡ് പാക്കേജ്. അതിൽ 1 മന്ത് സോഫ്റ്റ്വെയർ ഇൻക്ലൂഡ് ആയിരിക്കും. രണ്ടാമത്തേക്ക് പോകുന്ന സമയത്താണ് ഇൻഡിവിജ്വൽ പാക്കേജ് വിത്ത് പേഴ്സണൽ ട്രെയിനിങ്. ഇൻഡിവിജ്വൽ പാക്കേജ് വിത്ത് പേഴ്സണൽ ട്രെയിനിങ് ഒരാൾക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതാണ് ഈ ഒരു പാക്കേജ് വരുന്നത്. അതിന് കുറെ കാറ്റഗറീസ് ഉണ്ട്. സീറോ നോളജ് എന്നുള്ള കാറ്റഗറീസ് ഉണ്ട്. ഷോപ്പിൽ നമുക്ക് ആർക്കിടെക്ചർ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 50,000 റുപ്പീസ് ആണ് ഇതിൽ വരിക. അതിൽ ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കമ്പനി നമ്മൾ ഇത്രയും ഒരു ബൾക്ക് ജോയിനിങ് വരുന്ന സമയത്ത് ഒരു മോശമില്ലാത്ത ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ 25% ഡിസ്കൗണ്ട് വരുന്നുണ്ടാവും. 50,000 റുപ്പീസ് ആണ് ഇന്ത്യയിലത്തെ പാക്കേജ് വരിക. അതിൽ B2C സോഫ്റ്റ്വെയർ ആയിരിക്കും ഉണ്ടാവുക. 1 ഇയർ ആയിരിക്കും വാലിഡിറ്റി ഉണ്ടാവുക. 15 ഡേയ്സ് ട്രെയിനിങ് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരാൾക്ക് മാത്രമായിരിക്കും ട്രെയിനിങ് ഉണ്ടാവുക. അവർക്ക് റെക്കോർഡ് ക്ലാസ്സസോ ഈ പറഞ്ഞ രീതിയിലുള്ള ഫേമിന് കൊടുക്കുന്ന സപ്പോർട്ടോ കാര്യങ്ങളോ അതിലുണ്ടാവില്ല. ഇൻഡിവിജ്വൽ ആയിട്ട് ആ വ്യക്തിക്ക് അപ്ഡേഷൻസ് കൊടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ഉണ്ടാവുക. പുതിയൊരു ട്രെയിൻ ചെയ്യിപ്പിക്കണം എന്ന് പറയുന്ന സമയത്ത് ആ ഒരു ഇൻഡിവിജ്വൽ പാക്കേജിന്റെ കമ്പനി ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇതിന്റെ എക്സിയർ ആവുന്ന സമയത്ത് പ്ലസ് 10,000 റുപ്പീസ് ആയിരിക്കും എക്സിയറിൽ വരിക. എക്സിയർ ഇതേപോലെ ഫ്യൂച്ചറിൽ 2 മാസം കഴിഞ്ഞിട്ട് പുതിയ അപ്ഡേഷൻസ് വരുന്ന സമയത്ത് അത് നിങ്ങൾ അറിയിക്കും. കാരണം ഇത് നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത വർഷം റിന്യൂ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ട് കാര്യമില്ല. റീചാർജ് ചെയ്യുന്ന പോലെയാണ് വരുന്നത്. അപ്ഡേഷൻസ് വരും, പുതിയ മാർക്കറ്റിൽ ഒരു അപ്ഡേഷൻ വരുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് അവൈലബിലിറ്റി കിട്ടും. അപ്ഡേഷൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കമ്പനി നിൽക്കാൻ പറ്റില്ല. കാരണം വേറെ പുതിയ കമ്പനീസിൽ വരാൻ തുടങ്ങും. അപ്പൊ അതാണ് WebSC ആപ്ലിക്കേഷന്റെ മെയിൻ ഗുണം വരുന്നത്. മൂന്നാമത്തെ വരുന്ന സമയത്താണ് ഫേം സ്റ്റാൻഡേർഡ് പാക്കേജ്. ഇതും B2C സോഫ്റ്റ്വെയർ ആണ്. കംപ്ലീറ്റ്ലി ഫേം പാക്കേജിന് വേണ്ടി കൊടുക്കുന്ന സംഭവമാണ്. ഇത് നിങ്ങൾക്ക് വർക്കിംഗ് ഡ്രോയിങ്ങിന്റെ കിച്ചണും വാർഡ്രോബ് അങ്ങനത്തേക്ക് വരുന്ന വർക്കിംഗ് ഡ്രോയിങ്സ് ഇതിൽ ഉണ്ടാവില്ല. പക്ഷെ B2C സോഫ്റ്റ്വെയർ 1 ഇയർ ആയിരിക്കും ഉണ്ടാവുക. പ്ലസ് ഒരു അഡീഷണൽ 1 മന്ത് സോഫ്റ്റ്വെയർ കൂടി അവരെ സ്റ്റാഫിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അതാണ് ഇൻഡിവിജ്വൽ ഈ പറഞ്ഞ ഫേം സ്റ്റാൻഡേർഡ് പാക്കേജ്. ഇതിന് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടാവും. നിങ്ങളെ സ്റ്റാഫിനെ പുതിയ സ്റ്റാഫിന് വരുന്ന എത്ര സ്റ്റാഫിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഇനീഷ്യലി വരുന്ന 2 പേർക്ക് അറ്റൻഡ് ചെയ്യാം. അതിലൊരാൾക്ക് സ്ക്രീൻ ഷെയറിംഗ് ട്രെയിനിങ് ഉണ്ടാവും, ലൈവ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ക്ലിയർ ആയില്ലേ? ഇതിൽ എക്സിയർ ആവുന്ന സമയത്ത് 85,000 പ്ലസ് 10,000 റുപ്പീസ് എക്സിയർ വരും. ഇതേപോലെ തന്നെ ഇത്ര 25% ഡിസ്കൗണ്ട് ഇതിലുണ്ടാവും. ഇതാണ് സ്റ്റാൻഡേർഡ് പാക്കേജ് വരുന്നത് ഫേമിന്റെ. അടുത്തതിലേക്ക് വരുന്ന സമയത്താണ് പ്രീമിയം പാക്കേജ്. ഇതിലാണ് B2B എന്ന് പറഞ്ഞ ഫീച്ചേഴ്സും കാര്യങ്ങളും മൊത്തം കിട്ടുന്നത് ഈ ഒരു ഫീച്ചറിലാണ്. ഇതിലാണ് സമയത്ത് നിങ്ങൾക്ക് ഒരു B2B സോഫ്റ്റ്വെയർ ഉണ്ടാവും. അതേപോലെ തന്നെ 1 മാസത്തെ B2C സോഫ്റ്റ്വെയർ ഉണ്ടാവും. അതിന്റെ കംപ്ലീറ്റ് ട്രെയിനിങ് ഉണ്ടാവും. ഇതിലെല്ലാം ഒന്നും കൂടി ഫീച്ചേഴ്സ് നമ്മുടെ സോഫ്റ്റ്വെയറിന് മാത്രം ഇതിന്റെ റിന്യൂവൽ മാത്രമേ അറൌണ്ട് 60,000 റുപ്പീസ് വരുന്നുണ്ട്. നേരെ മറിച്ച് B2C സോഫ്റ്റ്വെയറിനാണെങ്കിൽ 20,000 റുപ്പീസ് ആണ് റിന്യൂവൽ ചാർജ് വരിക. നിങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ആ ഈ പറഞ്ഞ നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഇൻബിൽഡ് ആയിട്ട് ഉണ്ടാവും. വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതിൽ B2B സമയത്ത് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഇതിലാണ് കിട്ടുക.
മറ്റതിലും കിട്ടും. പിന്നെ സ്പെഷ്യലി ആയിട്ട് ഇങ്ങനെ സാധനങ്ങൾ വേണം എന്ന് പറയുന്ന ആൾക്കാർക്ക് ആണ് ഈ പ്രീമിയം പാക്കേജ് ഉണ്ടാവുക. അതിന് വരുന്ന ചാർജാണ് 1,20,000 ഇൻക്ലൂഡിങ് 1 year സോഫ്റ്റ്വെയർ പ്ലസ് 1 month സോഫ്റ്റ്വെയർ. ഏകദേശം ക്ലിയർ ആയി. ഇതൊക്കെ ഇന്ത്യൻ സോഫ്റ്റ്വെയർ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും, ഈ പറഞ്ഞ സർവീസ് അവൈലബിലിറ്റി ഉണ്ടാവും, പ്ലസ് ഈ പറഞ്ഞ രീതിയിൽ 25% ഡിസ്കൗണ്ട് ഈ പറഞ്ഞ പ്രൈസിംഗിൽ ഉണ്ടാവും. ഏകദേശം ക്ലിയർ ആയില്ലേ? ഇതൊക്കെയാണ് B2C സോഫ്റ്റ്വെയർസിൽ വരുന്നത്. റിന്യൂവൽ ചാർജ് രണ്ടിലും വ്യത്യാസം ഉണ്ടാവും. B2B ആവുന്ന സമയത്ത് 60,000 ആയിരിക്കും റിന്യൂവൽ ചാർജ് വരിക, മറ്റേ ആവുന്ന സമയത്ത് 20,000 ആയിരിക്കും റിന്യൂവൽ ചാർജ് വരിക. അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ നിങ്ങൾ വൺസ് ഈ പാക്കേജ് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ഫേമിൽ ചിലപ്പോൾ ആരൊക്കെ ഇൻഡിവിജ്വൽ കിട്ടില്ല, അവർക്ക് ഒരുപാട് യൂസ് ചെയ്യുന്നത് അവർക്ക് API സൊല്യൂഷൻസ് ആണ് കിട്ടുന്നത്. സാർ നേരത്തെ ചോദിച്ച പോലെ കട്ടിംഗ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, ഇത് B2B എന്റർപ്രൈസ് അക്കൗണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിലാണ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുക. അതൊക്കെ എമൗണ്ട് കൂടുതലാണ്. അവർക്ക് അതിൻ്റെതായ രീതിയിൽ അവർക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ചൈന തന്നെ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് അതിന്റെ റൈറ്റ് ഇല്ല. അപ്പൊ അതിന് എൻക്വയറീസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് പുഷ് ചെയ്തിട്ട് കൊടുക്കാം. നിങ്ങളുടെ പേരിൽ തന്നെ ബ്രാൻഡിങ് ചെയ്തിട്ട് API സൊല്യൂഷൻസ് ഉള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. അത് വേണമെങ്കിൽ അങ്ങനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അതൊക്കെ വലിയ എമൗണ്ട് ആണ്. ഒരുപാട് ഏകദേശം 30 or 50 മോർ ദാൻ 50 ഡിസൈനേഴ്സ് ഒക്കെ വരുന്ന സമയത്താണ് നിങ്ങളുടെ പേരിൽ തന്നെ ഇപ്പോൾ ഗൂഗിൾ എന്നുള്ള ബ്രാൻഡിങ് എവിടെ ഉണ്ടാവില്ല, നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരായിരിക്കും അതിലുണ്ടാവുക. അപ്പൊ അങ്ങനെ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാനുള്ള സൊല്യൂഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറഞ്ഞ രീതിയിലാണ് ഇതിന്റെ ബേസിക് കാര്യങ്ങൾ വരുന്നത്. ഇത് പഠിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിലേക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകാം. അപ്ഡേഷൻസ് കാര്യങ്ങൾ ഈ പറഞ്ഞ വാലിഡിറ്റി, നിങ്ങളൊരു പാക്കേജ് എടുക്കുന്ന സമയത്ത് അതിന്റെ വാലിഡിറ്റി 1 year ആയിരിക്കും. ഈ 1 yearലേക്ക് നിങ്ങൾക്ക് എല്ലാ ട്രെയിനിങ്ങും എല്ലാ സൊല്യൂഷൻസും നിങ്ങൾക്ക് ഇതിൽ തന്നെ പ്രൊവൈഡ് ചെയ്ത് കിട്ടും. പുതിയ നേരത്തെ പറഞ്ഞ പോലെ പുതിയ അപ്ഡേഷൻസ് വന്നാൽ അപ്പം തന്നെ നിങ്ങൾ അറിയിക്കും. ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് അതിന്റെ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾക്ക് അത് മനസ്സിലായില്ല അതിന്റെ ട്രെയിനിങ് നിങ്ങൾക്ക് അപ്പം തന്നെ പ്രൊവൈഡ് ചെയ്ത് തരും. അപ്പൊ ആ രീതിയിലാണ് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഓക്കെ, ഏകദേശം ക്ലിയർ ആയി. പേയ്മെന്റ് ടേംസ് ഒക്കെ വരുന്നതൊക്കെ 15 days ആണ്. 7 days തന്നെ ജോയിൻ ചെയ്ത് അറൌണ്ട് 75% അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന പേയ്മെന്റിന് ക്ലാസിന്റെ 50% ആവുന്ന പേയ്മെന്റ് പോകും. നിങ്ങൾക്ക് അപ്പം തന്നെയാണ് 1 yearന്റെ സോഫ്റ്റ്വെയർ ഒക്കെ ഇഷ്യൂ ചെയ്ത് തരിക. ക്ലാസ് തുടങ്ങുന്ന സമയത്ത് തന്നെ സോഫ്റ്റ്വെയർ ഇഷ്യൂ ചെയ്ത് പോകും. ഈ പറഞ്ഞ രീതിയിൽ പേയ്മെന്റ് ട്രബിൾസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മാസത്തെ ഗ്യാപ്പിൽ നിങ്ങൾക്ക് പേയ്മെന്റ് ഫിനിഷ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് കൊടുക്കുന്നുണ്ട്. കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെക്ക് ലീവും കാര്യങ്ങളൊക്കെ വെച്ച രീതിയിലാണ് ഉണ്ടാവുക. 50% സ്റ്റാർട്ടിങ്ങിൽ പേയ്മെന്റ് ചെയ്യുക, ബാക്കി വരുന്ന എമൗണ്ട് 2 മാസം നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ മതി. അങ്ങനെ വരുന്ന സമയത്ത് 10% ആയിരിക്കും ടോട്ടൽ എമൗണ്ടിന് ഓഫർ ഉണ്ടാവുക. ഇല്ലാത്ത കേസിൽ 25% ഡിസ്കൗണ്ട് ഉണ്ടാവും. ഓക്കെ, ഇതേ പറഞ്ഞ എമൗണ്ട് എല്ലാം റിന്യൂവലിന് വരും. ഫോർ എക്സാമ്പിൾ ഒരു ഫേമിൽ ഏതൊരു ഫേം രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഫേം ഏത് പാക്കേജ് ആണ് എടുത്തത്. ഫോർ എക്സാമ്പിൾ B2Bന്റെ 1.2 lakhന്റെ പാക്കേജ് എടുത്താൽ പിന്നെ അവർ 1.2 lakhന്റെ പാക്കേജ് അല്ലേ വരിക. അവർ പിന്നെ വരുന്നത് അവർക്ക് സോഫ്റ്റ്വെയർ മാത്രം പർച്ചേസ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ രണ്ടാമത്തെ ഡിസൈനറിന് വേണമെങ്കിൽ അവർ 60,000 പർച്ചേസ് ചെയ്താൽ മതി. ക്ലിയർ ആയി? ഏതൊരു ഫേം 1,20,000 പ്രീമിയം പാക്കേജ് B2B സോഫ്റ്റ്വെയർ എടുത്തു. കാരണം അവിടെ ചിലപ്പോൾ 2 3 4 അതിന്റെ പ്രവർത്തിക്കുന്നതുകൊണ്ടുള്ള ഒരു സംഗതിയാണ്. ഈ നമ്മളിവിടെ ഇതിന്റെ പാക്കേജ് ഒക്കെ കൃത്യമായിട്ട് പറയാൻ തന്നെ വെച്ചിരുന്നതാണ്. അതിന്റെ ഓരോ ലെവലിലൊക്കെ പറഞ്ഞു പോകുന്നത്. ഞാൻ എന്നെയാണ് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അജയ് ശങ്കർ എന്നാണ്. എൻ്റെ ജോലി, എൻ്റെ തൊഴിൽ, എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസ്ട്രക്ഷൻ അല്ല ഇന്റീരിയർ പ്രൊഡക്റ്റുകൾ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ അത് ISI കണ്ടതിൽ വരുന്നതും വരാത്തതുമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ISIക്ക് റെഫറൻസ് അറിയപ്പെടുന്നത് ആൾക്കാർ അറിയുന്നവരറിയപ്പെടുന്നത് എല്ലാവരും അതാണ് എന്നെ കുറിച്ച് പറയാനായിട്ടുള്ള. എൻ്റെ സ്വദേശം കോട്ടയം പുതുപ്പള്ളിയാണ്. ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ കൂടുതലും സെമിനാർസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് കോളേജുകളിലായിക്കോട്ടെ, ഇതുപോലുള്ള സെഷൻസ് ആയിക്കോട്ടെ, നമുക്കും പഠിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇനി നമ്മുടെ ഓരോരുത്തരും ഇവരെയും പരിചയപ്പെടാം. സഫാൻ എന്നാണ് പേര്. വീടുന്ന സുൽത്താൻ ബത്തേരി, വയനാട്. പിന്നെ ഇതാണ് ഫേമിലുണ്ട്. സുൽത്താൻ ബത്തേരിയാണ് എൻ്റെ ഫേമും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ വടകര ആ ഭാഗത്തും വരുന്നുണ്ട്. ഓക്കെ, എൻ്റെ പേര് ജ്ഞാനവൻ. ഞാൻ മാനേജിംഗ് ഹെഡാണ്. വരുന്ന നിലമ്പൂരിൽ നിന്നാണ്. എന്തായാലും നമ്മൾ കൂടുതൽ പരിചയപ്പെടുന്നതായിരിക്കും. ഹായ്, ഇത്ര നേരം ഞാൻ ക്ലാസ് എടുത്തത്. എൻ്റെ പേര് അനുശ്വറാണ്. ഓക്കെ, ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. തലശ്ശേരിയാണ് സ്ഥലം. ഞാൻ ഇവിടുത്തെ ARM ആണ്. വരുന്നത് മലപ്പുറം കോട്ടക്കലാണ്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സുൽത്താൻ ബത്തേരിയുള്ള പോലെ തന്നെ കോട്ടക്കലുണ്ട്. നമ്മൾ ഓഫ്ലൈൻ ബാച്ചായിട്ട് നമ്മൾ കോട്ടക്കൽ ബാച്ചിന്റെ ഡയറക്ടറാണ്. എൻ്റെ പേര് പ്രദീപ്. ഞാൻ കോട്ടക്കൽ ബ്രാഞ്ചിന്റെ ബ്രാഞ്ച് മാനേജറായിട്ട് വർക്ക് ചെയ്യാം.
ഞാൻ വയനാട് കിങ്സ് ടീമിലാണ് വർക്ക് ചെയ്യുന്നത്.